പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി വരുന്ന 4 വർഷം കൊണ്ട് കൂടുതൽ വഷളാവാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ സൂചനകൾ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയുള്ളൊരു മന്ത്രി തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. അതായത് ഏകദേശം $10,000 കോടി സാമ്പത്തിക കടബാധ്യതയാണ് ഇവർക്ക് വീട്ടാനുള്ളത്. അത് അടുത്ത 4 വർഷം കൊണ്ട് വീട്ടണം എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാലോ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താണ്. അവർക്ക് പൈസ യാതൊന്നും തന്നെയില്ല. IMF ഇപ്പോൾ 700 കോടി രൂപയേറ്റം കടം ചോദിച്ചിട്ടുണ്ട്. അവർ കൊടുക്കാനൊട്ട് തയ്യാറുമല്ല. അപ്പോൾ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എവിടെയാണ് ഇത് ചെന്നെത്താൻ വേണ്ടി പോകുന്നത്? ഈ പാകിസ്ഥാൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിയാൽ മതി. പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി 1 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും വരവിൻ്റെ ഇരട്ടിയായി ചെലവ് മാറി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ആ വരവ് ചെലവ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് പല രാഷ്ട്രീയ പാർട്ടികളും പട്ടാള ഭരണവും അതാണ് ഏറ്റവും പ്രധാനം. അതായത് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിക്കുന്നു. അവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ പറയുന്നെങ്കിലും ഈ ജനാധിപത്യം പലപ്പോഴും അട്ടിമറിച്ചിട്ട് സൈനിക മേധാവിമാർ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ പട്ടാള മേധാവിമാർ ഭരിച്ചിട്ടും ഈ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരുണ്ടായിട്ടും ഇവിടുത്തെ വരവും ചെലവും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അന്ന് മുതൽ പാകിസ്ഥാൻ പ്രശ്നത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് 8.34 ലക്ഷം കോടി രൂപയാണ് പാകിസ്ഥാൻ്റെ കടബാധ്യത എന്ന് പറയുന്നത്. ഇത് 4 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 4 വർഷത്തെ ഉള്ളിൽ പണം കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ്റെ സാമ്പത്തിക നില ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ IMFൽ നിന്നും വായ്പ മേടിക്കണം. 700 കോടി, നേരത്തെ ഗൗതം പറഞ്ഞ പോലെ 700 കോടി രൂപയാണ് ഇപ്പം പാകിസ്ഥാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു 3-4 ഘട്ടമായി നൽകാമെന്ന് IMF പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുകയാണ്. അപ്പോൾ ജൂലൈയിലാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ആരംഭിച്ചത്. 2 മാസമായിട്ടും ഒരു ഘട്ടത്തിലെ പൈസ പോലും അവർ നൽകിയിട്ടില്ല. ഇതിന് സമ്മതിച്ചു, പക്ഷേ കൊടുത്തില്ല. അല്ല, കരാറുമായി ബന്ധപ്പെട്ട പ്രോസസ്സിംഗ് നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എങ്ങനെ ഈ പണം തിരിച്ചടയ്ക്കും, ഇത് IMF ചിന്തിക്കുന്നുണ്ട്, ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ശരിയാണ്, പണം തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗവും പാകിസ്ഥാന് മുമ്പിലില്ല. ഇപ്പം നമ്മൾ കേൾക്കുന്നത് പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാനായിട്ട് അവിടെ വലിയ എണ്ണ നിക്ഷേപം കണ്ടെത്തി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ നേരത്തെ തന്നെ പാകിസ്ഥാന്റെ അറബിക്കടലിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടെത്തിയത്. ഈ ഇത്രയും വലിയ എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തി ഇപ്പോഴാണ്. പക്ഷേ ഇത് ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികളുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഒരുപാട് കമ്പനികൾ അവര് വരാനൊട്ട് തയ്യാറുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല ഉദ്യോഗസ്ഥരും, അതായത് ഈ അമേരിക്കയിൽ നിന്നൊക്കെ പല ചൈനയിൽ നിന്നൊക്കെ എഞ്ചിനീയർമാരൊക്കെ ഇവിടെ പാകിസ്ഥാനിൽ പണിയെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊട്ട് ഈ ഖനനം ചെയ്യാനായിട്ട് അവർക്ക് വരാനായിട്ട് ഭയവുമാണെന്നാണ് കേൾക്കുന്നത്. അതായത് എണ്ണ നിക്ഷേപം കണ്ടെത്തിയെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ്റെ പരിധിയിലുള്ള അറബിക്കടലിൽ എണ്ണ നിക്ഷേപമുണ്ട്. ആ എണ്ണ നിക്ഷേപം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ 4ാമത്തെ വലിയ എണ്ണ നിക്ഷേപമാണെന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പോൾ ഈ എണ്ണ നിക്ഷേപം അവിടെ ഉണ്ടെങ്കിൽ അത് പര്യവേഷണം നടത്താം, പ്യൂരിഫൈ ചെയ്ത് നമ്മൾ ഈ എണ്ണ റിഫൈൻ ചെയ്തെടുക്കണമല്ലോ. അങ്ങനെ എടുക്കണമെങ്കിൽ ലോകത്തിലെ വൻകിട കമ്പനികൾ വരണം. അത് വൻകിട കമ്പനികളെന്ന് പറഞ്ഞാൽ ഇപ്പം സൗദിയിലെ അരാംകോ, അതുപോലെ തന്നെ അമേരിക്കയിലെ ഷെൽ കമ്പനി, ചൈനീസ് കമ്പനികൾ, ഇവരൊക്കെ വരണം. അപ്പോൾ ഇവർ ഇതിലേക്ക് വരണമെങ്കിൽ ഇവരുടെ ഒരുപാട് ഉദ്യോഗസ്ഥർ വരണം, എഞ്ചിനീയേഴ്സ് വരണം, അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വരണം. മാത്രമല്ല ഇവരുടെ എക്യുപ്മെൻറ്റ്സ്, വളരെ വില കൂടിയ എക്യുപ്മെൻറ്റ്സ് വരണം. മാത്രമല്ല കടലിലാണ് പര്യവേഷണം നടത്തുന്നത്. അങ്ങനെ നടത്തണമെങ്കിൽ ഈ പര്യവേഷണം നടത്തുന്നവർക്ക് നേരെ എപ്പോഴും ആക്രമണം ഉണ്ടാകാം. അപ്പോൾ അതിന് ഓരോ രാജ്യങ്ങളും അവർക്ക് സുരക്ഷ കൊടുക്കണം. പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്ത് സുരക്ഷ കിട്ടുമെന്ന് അമേരിക്കയ്ക്കോ ഈ പറയുന്ന സൗദി അറേബ്യയ്ക്കോ വിശ്വാസമില്ല. അതുകൊണ്ട് ഇത്തരം കമ്പനികൾ അവിടേക്ക് വരാനൊന്ന് മടി കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ നിങ്ങൾ സുരക്ഷ തരുമോ? അപ്പോൾ പാകിസ്ഥാൻ പറയും തരുമെന്ന് പറയും. പക്ഷേ പാകിസ്ഥാനിലെ അവസ്ഥ എന്താ? അവിടുത്തെ പട്ടാളക്കാരെ പോലും ആട്ടി ഓടിച്ചുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്നൊരു കാഴ്ചയാണ്. അപ്പം അവിടെ ശരിക്കും ഭരണം നടക്കുന്നില്ല. ആ സ്ഥലത്തേക്ക് ഈ സൗദിയിലെ അരാംകോ കമ്പനിയോ അമേരിക്കയിലെ ഷെൽ കമ്പനിയോ ഒക്കെ വന്നില്ലെങ്കിൽ ഈ എണ്ണ കൊണ്ടുള്ള പര്യവേഷണം ഒന്നും നടക്കില്ല. അപ്പം ഇവർ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു വലിയ പരിഹാരം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചെടുത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ രൂക്ഷമാവുന്നു. $10,000 കോടി തിരിച്ചടക്കണം. അതെ. പക്ഷേ IMF കടം കൊടുക്കാൻ തയ്യാറല്ല. അതെ, എണ്ണയാണ് ഒരു പ്രതീക്ഷയെങ്കിൽ ഈ എണ്ണ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് വരാൻ ഭയവുമാണ്. ആകെപ്പാടെ കുടുങ്ങിയ ഒരു അവസ്ഥയാണ്. എന്താ വെച്ചാൽ ഈ ഖൈബർ പത്തൂൺ മേഖലയിൽ ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചൈനീസ് ഉദ്യോഗസ്ഥർ, ചൈനീസ് എഞ്ചിനീയർമാർ, ജീവനക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന 5 ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന് നേരെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ സ്ഫോടക വസ്തു നിറച്ച വാഹനം കൊണ്ട് ഇടിച്ചു കയറ്റി അവരെ കൊല്ലുകയാണ്. ഈ കൊല്ലുന്നതോടുകൂടി ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ
അവിടെ ഈ പാകിസ്ഥാനിൽ ഒരു സാമ്പത്തിക ഇടനാഴി നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമായിരുന്നു. ഈ സാമ്പത്തിക ഇടനാഴിയുടെ പ്രവർത്തനം മുഴുവൻ അങ്ങ് മന്ദീഭവിച്ചു. കാരണം ചൈനീസ് ജീവനക്കാർക്ക്, ചൈനീസ് ഉദ്യോഗസ്ഥർക്ക്, എഞ്ചിനീയർമാർക്കൊക്കെ അവിടെ ജോലി ചെയ്യാൻ ഭയമായി. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അരാംകോ പോലെയുള്ള, അമേരിക്കയിലെ ഷെൽ പോലെയുള്ള കമ്പനികളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അത്രയും സുരക്ഷ കൊടുത്തിട്ട് അത്രയും ഗൗരവമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എണ്ണ പര്യവേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ ചൈനയിലെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് കണ്ടില്ലേ എന്ന് പറയുന്നു. മാത്രമല്ല അവിടെ ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ അവർക്ക് ഈ പാകിസ്ഥാനിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വിഘടനവാദം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആ മേഖലയിലുള്ള ആൾക്കാർ പാകിസ്ഥാനിലെ ആർമിയെ, പോലീസിനെയൊക്കെ അവിടുന്ന് അടിച്ചോടിക്കുന്നു. എന്നിട്ട് ഈ ചാവേർ പോലെ, സ്ത്രീകൾ ചാവേറായി വരുന്നത് പോലെ സ്ത്രീയും പുരുഷനും എല്ലാം ചാവേറായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കും. അപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാകാനായിട്ട് കുറേ ശ്രമങ്ങളൊക്കെ നടത്തുന്നു. മറുവശത്ത് ഈ ഇവിടെ വരുന്ന മറ്റ് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരെ കൊല്ലാനായിട്ട് അവിടുത്തെ തീവ്രവാദികൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഈ എണ്ണ പര്യവേഷണം നടത്തുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. ഇപ്പം പാകിസ്ഥാന് ഈ ഇന്ധനത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അവർക്ക് 29% ഗ്യാസിൻ്റെ ആവശ്യമുണ്ട്, 85% പെട്രോളിയം ആവശ്യമുണ്ട്, 20% കൽക്കരിയുടെ ആവശ്യമുണ്ട്, 50% എൽ പി. അപ്പോൾ ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ ഇറക്കുമതി പ്രശ്നമൊന്നും താൽക്കാലികമായി പരിഹരിക്കാനെങ്കിലും ഈ എണ്ണ പര്യവേഷണത്തിലൂടെ സാധിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത്. എണ്ണ ഉണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ലല്ലോ. ഇല്ല, അതും ഒരു പ്രശ്നമാണ്. എത്രത്തോളം എണ്ണ ഉണ്ടെന്ന് കണ്ടെത്താൻ ഇവർ പറയുന്നത് ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ എണ്ണ നിക്ഷേപമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സൗദി രാജകുടുംബം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, അവരിതിനോട് യോജിച്ചു എന്നൊക്കെ പാകിസ്ഥാൻ നിലപാടെടുത്തു. പക്ഷേ പിന്നീടാണ് ഈ അരാംകോ കമ്പനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ ചൈനയാണ്. കാരണം പാകിസ്ഥാൻ എപ്പോഴും പണം നൽകുന്നത്, സഹായിക്കുന്നത് ചൈനയാണല്ലോ. അപ്പോൾ ചൈനീസ് കമ്പനികളും ഇങ്ങോട്ട് വരുന്നതിന് ഒരു മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എണ്ണ ശേഖരണത്തിൻ്റെ അളവ് സംബന്ധിച്ചൊരു വ്യക്തതയില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കഴിഞ്ഞ വർഷം മാത്രം പാകിസ്ഥാൻ 17.5 ബില്യൺ ഡോളറിൻ്റെ എണ്ണ അല്ലെങ്കിൽ ഊർജ്ജം ഇറക്കുമതി ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത 7 വർഷം കൊണ്ട് ഇത് ഇരട്ടിയായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഈ സൗദിയിലെ ആരാംകോ കമ്പനി വന്നില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ എണ്ണ സ്വപ്നങ്ങൾ ഏതാണ്ട് കടലിൽ തന്നെ അടിഞ്ഞുകൂടി കിടക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ നിലവിലുള്ള കമ്പനികൾ ഈ രാജ്യത്തേക്ക് എണ്ണ പര്യവേഷണത്തിന് വരുന്നില്ല എന്ന് പറയുന്നത് അവിടുത്തെ പെട്രോളിയം മന്ത്രി തന്നെയാണ്. കഴിഞ്ഞ ജൂലൈയിൽ പാർലമെൻറ്റിൽ അദ്ദേഹം അറിയിച്ച്, അദ്ദേഹത്തിൻ്റെ പേര് മുസാദിഖ് മാലിക് എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പാകിസ്ഥാനിലെ 18 ഓയിൽ ഗ്യാസ് ബ്ലോക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ ലേലം ചെയ്യണം. ഈ ലേലം പിടിക്കാനായിട്ട് ഒരു കമ്പനികളും, രാജ്യാന്തര തലത്തിലുള്ള ഒരു കമ്പനികളും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഈ മന്ത്രി പാർലമെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ പാകിസ്ഥാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്, തങ്ങളുടെ രാജ്യത്തേക്ക് ആരും വരുന്നില്ല എന്ന്. ഇപ്പം ഇങ്ങനെ വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ സഹായിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഇപ്പോൾ ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ തീവ്രവാദം തുടച്ചു നിൽക്കാതെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ട് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കോ സന്ധിക്കോ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ദുർഘടം പിടിച്ച പാകിസ്ഥാൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ ഇന്ത്യ എത്തില്ല. അല്ല, എന്താ വെച്ചാൽ 13,000 കോടി ഡോളറിൻ്റെ കടമാണ് പാകിസ്ഥാന് വിദേശ രാജ്യങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ ഇത്രയും കോടി ഡോളറിൻ്റെ ഒരു വിദേശ കടം നിൽക്കുമ്പോൾ ഇതിൽ തന്നെ കൂടുതൽ പണം കൊടുത്തേക്കുന്നത് ചൈനയാണ്. അതൊരു വായ്പ എന്ന നിലയിൽ കൊടുത്തത്. കാരണം ചൈന എപ്പോഴും പാകിസ്ഥാനെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കും, എന്നിട്ട് പറയും ഇത് ബാങ്ക് വായ്പയായിരുന്നു, അത് ഞങ്ങൾക്ക് തിരിച്ചടണം. അപ്പോൾ മൊത്തം 13,000 കോടി ഡോളറിൻ്റെ പണം തിരിച്ചടയ്ക്കാനുള്ളതിൽ 30% ചൈനയ്ക്കാണ് നൽകാനുള്ളത്. ഈ ചൈന എന്ത് കൊടുക്കും? ഈ ലാഹോറിലൊക്കെയുള്ള തുറമുഖങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ നവീകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ ഒരു നാവിക താവളമൊക്കെ ആക്കി അതിനെ മാറ്റുക ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ IMF ചില നിബന്ധനകൾ വെച്ചിരുന്നു. അപ്പോൾ IMFൻ്റെ നിബന്ധനകൾ പലതും പാകിസ്ഥാൻ ലംഘിക്കുകയും ചെയ്തു. നേരത്തെ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രസിഡൻ്റ് ആയിരുന്ന കാലം ഏതാണ്ട് 2019 അന്ന് IMFൽ നിന്ന് 3 ഘട്ടങ്ങളിലായിട്ട് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തു. അവർ അങ്ങനെ പണം അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അനുവദിച്ചപ്പോൾ അവർ കുറച്ച് ഡിമാൻഡുകൾ വെച്ചു. ഈ ഡിമാൻഡുകൾ വെച്ചപ്പോഴാണ് ഏപ്രിലിൽ, അതായത് 2022 ഏപ്രിലായപ്പം അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഇമ്രാൻഖാനെ എടുത്ത് പുറത്ത് കളയുന്നു. ആ സമയത്ത് ഇമ്രാൻഖാന് അവിടുത്തെ ഇന്ധന വിലയിൽ കുറച്ച് കുറവൊക്കെ വരുത്തിയിരുന്നു. അപ്പോൾ IMF പറഞ്ഞു ഞങ്ങളുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണിത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇമ്രാൻഖാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ധനത്തിൻ്റെ വിലയൊക്കെ കുറച്ചെന്ന് ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. അദ്ദേഹത്തെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് എന്തെടുത്തു? IMF ഇവരോട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിനുശേഷം പിന്നീട് കൊടുക്കേണ്ട ഗഡുക്കൾ ഈ 2024 ഈ IMF കൊടുത്തില്ല. അതിനുശേഷമാണ് ഇപ്പോൾ 700 കോടിയുടെ റിക്വസ്റ്റുമായിട്ട് ചെന്നത്. അപ്പം ഈ IMF പറയുന്നത് ആദ്യം ഞങ്ങളുടെ
നിങ്ങളുടെ ഈ നിബന്ധന തെറ്റിച്ചല്ലോ, അതിനുള്ള ഒരു പരിഹാരം കാണുക. അപ്പം ഗഡുക്കളായി അടയ്ക്കേണ്ട പൈസ അടയ്ക്കുക. ഇതൊന്നും ചെയ്യാൻ ഇപ്പോൾ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനൊരു അവസ്ഥയിൽ എത്ര കാലം പാകിസ്ഥാന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ ആ രീതിയിൽ പാകിസ്ഥാൻ ഏതാണ്ട് ഒരു അധപ്പതനത്തിലേക്ക് പോവുകയാണ്. ഇപ്പം അധപ്പതനത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷനായിരുന്നു, ഞങ്ങൾക്ക് എണ്ണ നിക്ഷേപമുണ്ട്, സൗദി ഞങ്ങളെ രക്ഷിക്കും, അമേരിക്കൻ കമ്പനി രക്ഷിക്കും, ഒന്നുമില്ലെങ്കിൽ ചൈനീസ് കമ്പനികളെങ്കിലും വരും. ഇപ്പം ചൈനീസ് കമ്പനി വരാത്ത അവിടുത്തെ എഞ്ചിനീയർമാരെയും ജോലിക്കാരെ ഉൾപ്പെടെ ആക്രമിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. അതെ, അതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പം പറയുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ഈ പാകിസ്ഥാനിലെ ബിസിനസ് ഓഹരികളുണ്ട്, USA ഷെൽ കമ്പനികൾക്കുണ്ട്. ആ ഷെൽ കമ്പനികൾ സൗദി അറേബ്യയ്ക്ക് കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവർ പ്രതീക്ഷിച്ചത് സൗദി രാജകുടുംബമൊക്കെ ഇടപെട്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് എണ്ണ നിക്ഷേപം അതിന് ഈ റിഫൈനറിയൊക്കെ റിഫൈൻ ചെയ്തെടുക്കാൻ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ 18 ഓയിൽ ഗ്യാസ് ബ്ലോക്കുകളും ലേലത്തിന് വെച്ചപ്പോൾ ആരും എടുക്കാതിരുന്നതോടുകൂടി ലോകം മനസ്സിലാക്കി പാകിസ്ഥാൻ സുരക്ഷിതമായ ഒരു മേഖലയല്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഉയർന്ന ചിലവാണ് ഈ പറയുന്ന എണ്ണ ഖനനം ചെയ്തെടുക്കുക എന്നുള്ളത്. കടലിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ ഇത്രയും വലിയ ചിലവ്, പിന്നെ സെക്യൂരിറ്റിക്കായിട്ട് ആ നാട്ടിലെ ഉദ്യോഗസ്ഥരെ, നേവിയെ, പട്ടാളത്തെയൊക്കെ കൊണ്ടുവരേണ്ട ചിലവ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇത് ഒരു ലാഭമല്ലാത്ത ബിസിനസ് അല്ല ലാഭം കിട്ടാത്ത ബിസിനസ്സാണെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം മുൻ പ്രധാനമന്ത്രി ഈ ഇമ്രാൻഖാൻ്റെ അടുത്ത് ഈ IMF കാണിച്ച നിലപാട്, ഇപ്പം IMF പാകിസ്ഥാനോട് കാണിക്കുന്ന നിലപാട്, 1958 ആദ്യമായിട്ട് IMFൽ നിന്ന് പാകിസ്ഥാൻ കടമെടുക്കുന്നത്. അതിനുശേഷം 24 തവണ കടമെടുത്തു. ഈ കടമൊന്നും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ ഒരിക്കലും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിൻ്റെ കാരണം ജനാധിപത്യ സർക്കാരുകളും പട്ടാള മേധാവികളും മാറി മാറി അധികാരത്തിൽ വരുമ്പോൾ അവർ സ്വന്തം ലാഭത്തിന് വേണ്ടി ഈ രാജ്യത്തെ പണം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കട്ടുമുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരവ് എത്രയാണെന്നൊന്നും നോക്കുന്നില്ല, പക്ഷേ ചിലവിരട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് വീണ്ടും നിക്ഷേപം നടത്താൻ IMF തയ്യാറാകുന്നില്ല. ഇനി IMF പണം തരാം എന്നൊരു കണ്ടീഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ തരണമെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 200 കോടി രൂപ നിങ്ങൾ വായ്പ സ്വീകരിക്കണം. IMFന് ഇപ്പോൾ കൊടുക്കാനുള്ള പൈസ ആദ്യം തിരിച്ചു കൊടുക്കും, നമുക്ക് കടം തരാമെന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല 700 കോടി നൽകാമെന്ന് ജൂണിൽ സമ്മതിച്ചാണ്, 2 മാസം മുമ്പ് സമ്മതിച്ചാൽ. അപ്പോൾ ആ പൈസ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിബന്ധനകൾ നിങ്ങൾ തെറ്റിച്ചു ഒരു കാരണം. പിന്നെ മാത്രമല്ല തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് മാർഗമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും പാകിസ്ഥാന്റെ ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചതിന് പ്രധാനപ്പെട്ട കാരണക്കാർ പാകിസ്ഥാൻ തന്നെയാണ്. ഇപ്പം ഗൗതം ചോദിച്ച ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. അതായത് ഇന്ത്യ സഹായിക്കുമെന്നുള്ളതാണ്. ഇപ്പം പാകിസ്ഥാനോട് ഈ IMF പറഞ്ഞേക്കുന്നത്, നിങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളോട് 200 കോടി രൂപയുടെ ഒരു സഹായം അഭ്യർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾക്ക് $200 കോടി സഹായം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച $700 കോടി സഹായം ഗഡുക്കളായിട്ട് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു രാജ്യവും പാകിസ്ഥാനെ ഇപ്പോൾ സഹായിക്കാൻ തയ്യാറല്ല എന്ന് IMF തിരിച്ചറിഞ്ഞു. ഈ രീതി പോവുകയാണെങ്കിൽ അടുത്ത 4 വർഷം കൊണ്ട് പാകിസ്ഥാൻ സാമ്പത്തികമായി പൂർണ്ണമായും പാപ്പരാവുകയും ചൈനയും അതുപോലെ മറ്റ് കടം കൊടുത്ത രാജ്യങ്ങളുമൊക്കെ അവിടുത്തെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും അടക്കം അവരുടെ എന്ന നിലയിൽ സ്വന്തമാക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ആ രാജ്യം പൂർണ്ണമായും അരാജകത്വത്തിലേക്ക് നീങ്ങി വലിയ പൊട്ടിത്തെറികളുണ്ടാകും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ 4 വർഷത്തിന് ശേഷം ഉണ്ടാകുമോ എന്ന് സംശയമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.